ജബ്ബാർ മതം വിട്ട കാര്യവും അതിനെ തുടർന്നുണ്ടായ മാനസികമായിട്ടുള്ള പരിവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി ജബ്ബാർ സൗദി അറേബ്യയിൽ ദീർഘകാലം ജോലി ചെയ്ത് ജീവിച്ചിട്ടുണ്ട്, കുടുംബമായി ജീവിച്ചിട്ടുണ്ട്, കുടുംബം അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ജോലിയുടെ ഭാഗമായി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം അമേരിക്കയിൽ വന്ന് സെറ്റിലായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രീൻ കാർഡുള്ള ഒരു സെറ്റിലറാണ് ഇവിടെ. അതെ അതെ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ജീവിച്ച അനുഭവം, അത് കഴിഞ്ഞ് സൗദി അറേബ്യ എന്ന ഇസ്ലാമിൻ്റെ ആസ്ഥാനം, നേരത്തെ പറഞ്ഞ ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിലെ ജീവിത അനുഭവങ്ങൾ, അതിനുശേഷം കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നു എന്ന് ഇസ്ലാമിസ്റ്റുകൾ ആരോപിക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ജീവിതം, ഈ ജീവിത അനുഭവങ്ങളെ മൊത്തം താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ പഴിയായി കേൾക്കുന്ന ആരോപണങ്ങളുണ്ട്. ഈ മതം വിശ്വാസം നഷ്ടപ്പെട്ടാൽ പാശ്ചാത്യ സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനുഷ്യരെല്ലാവരും ഇങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നു, യാതൊരു ധാർമ്മികതയില്ല, യാതൊരു പൗരബോധവും ഇല്ല, അങ്ങനെ മനുഷ്യനല്ലാതായി മാറുന്നു എന്നൊക്കെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പതിവ് ആരോപണമുണ്ട്. അപ്പോൾ ആ ഒരു ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത കാലത്ത് മതരഹിതനായിട്ട് ജീവിക്കുകയും അതിനു മുമ്പ് മത ഉള്ളവനായിട്ട് ജീവിക്കുകയും ചെയ്ത ഈ അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലക്ക് സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ജീവിതത്തിൻ്റെ എന്താ പറയുക, 3 എക്സ്ട്രീമുകളാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്നും പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തു നിന്നും പോകുന്നത് ഒരു ഏകാധിപത്യ രാഷ്ട്രത്തിലേക്കായിരുന്നു. പിന്നെ അവിടെ നിന്നും യൂറോപ്യൻ യാത്രകൾ, അവിടെയുള്ള ട്രെയിനിങ്. ഏകാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ അതിലപ്പുറം അതൊരു ഇസ്ലാമിക രാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് ഇസ്ലാം ബേസ് ചെയ്തിട്ട് ഇസ്ലാം പ്രമാണത്തിലൂടെ തന്നെ പോകുന്ന ഒരു രാജ്യം. മറ്റുള്ള ആൾക്കാർ അതല്ല ഞങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാലും പിന്നെ ഏതാണ് നിങ്ങൾ ഇസ്ലാം എന്നാൽ അവരോട് അഫ്ഗാനിസ്ഥാനാണെന്ന് വെച്ചാൽ അതല്ല, ഖത്തറല്ല, പാകിസ്ഥാനാണോ അല്ല, ബംഗ്ലാദേശാണോ അല്ല, ഇനി ഇന്ത്യയിലേതാണോ, ഇനി എന്താണ് ഇവർ കാത്തു നിൽക്കുന്നത്? അപ്പോൾ അതൊരു ചോദ്യമാണ്. മാഷ് പറഞ്ഞ ഇതിൽ തീർച്ചയായിട്ടും അതൊരു ഇസ്ലാമിക് മൗലികവാദികൾ എന്ന് അറിയില്ല, ഇസ്ലാമിക് വാദികൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പെട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അവർ ഭരിക്കുന്നൊരു രാജ്യം, ഒത്തിരി നാച്ചുറൽ റിസോഴ്സസ് ഉള്ള, എന്താ പറയുക, കണക്കറ്റ അളവ് സ്വത്ത് പ്രകൃതിയുടെ വരദാനമായി കിട്ടിയ ഒരു രാജ്യം. എന്നാൽ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ അന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ എനിക്ക് ഫസ്റ്റ് 2 ചാൻസ് കിട്ടിയിരുന്നു. ഒന്ന് എനിക്ക് കിട്ടിയിരുന്നത് ദുബായിലേക്കായിരുന്നു, UAE. പിന്നെ കിട്ടിയത് സൗദിയാണ്. അപ്പോൾ ഇത് 2 കാരണങ്ങളാലാണ് ഞാനും എന്നെക്കാൾ കൂടുതലായിട്ട് എൻ്റെ പേരൻസും ബാക്കി എൻ്റെ അഭ്യുദയകാംക്ഷികളായ കുറച്ച് ആൾക്കാരും ചേർന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ലൊരു ഏജിലാണ് പോകുന്നത്. അപ്പം വഴിതെറ്റി പോകാനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പോൾ UAE-നെക്കാളും കുറച്ച് പൈസ കുറവാണെങ്കിലും സൗദി പോകാൻ പറഞ്ഞു. പക്ഷേ സൗദി പോകുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ വഹാബിസത്തിലേക്കും ഇതിലേക്കും പോകരുത്, പക്ഷെ അവിടെ മക്കയും മദീനയുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ നല്ല ആൾക്കാരുണ്ട്, കുറച്ചും കൂടെ ധാർമ്മികമായിട്ട് ജീവിക്കാൻ പറ്റും. മറ്റുള്ള എല്ലാം എന്താ പറയുക, നമ്മൾ തിന്മകളെന്ന് ഇവർ പറയുന്ന തിന്മകളൊന്നും ഇല്ല, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമില്ല, എന്താണ് കാതുകൊണ്ടില്ല, ഹറാമായ മ്യൂസിക് ഇല്ല. അങ്ങനെ ഒരു മനോജ്ഞമായ ഒരു സ്ഥലത്തേക്കാണ് വീട്ടിൽ നിന്നും പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ മതമാണെന്നും എല്ലാ കറുത്ത ബിലാലിനെയും വെളുത്ത ആരായിരുന്നു അവർ എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു സങ്കല്പമാണ്. ഒരു ഏറ്റവും എന്താണ് പൂർണ്ണമായ മറ്റേ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം.
ഇനി എന്തെങ്കിലും ആരെങ്കിലും ഒരു ക്രൈം ചെയ്താൽ തന്നെ വലിയ ശിക്ഷകൾ കൊടുക്കുന്ന ഒരു രാജ്യം. അപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്ന ധാരണ. പക്ഷേ ആ ഒരു രാജ്യത്ത് പോകുമ്പം പിന്നെ എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, അതിനൊന്നും പറയുന്നില്ല. ഒരു സൈഡ് എന്ന് പറഞ്ഞ ലെവലിൽ വലിയ നികുതികളോ ടാക്സോ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്താണോ കിട്ടുന്ന പൈസ അത് സേവ് ചെയ്യാൻ പറ്റും. സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഭാഗത്ത് അവിടെ ഒരു ജീവിതം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ ഏറ്റവും വലിയെന്ന് പറഞ്ഞ ഒരു പിന്നെ സാമൂഹിക ബന്ധങ്ങളോ ഒന്നുമില്ല അവിടെ. മീൻസ് സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യനെ അനിയൻ മരിക്കണവരെ കാണുന്നില്ല, ഒരിക്കൽ പോലും കാണുന്നില്ല. ഇവൻ സ്വന്തം ഉമ്മയുടെ മുറിയിലേക്ക് പോലും അവന് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ആൺകുട്ടികളെല്ലാം തന്നെ അവരുടെ കുറച്ച് കൂട്ടുകാരും ഇതുമായിട്ട് കറങ്ങി നടക്കാന്നല്ലാണ്ട് ഇവർക്ക് ഒരു ബന്ധമില്ല. സ്വന്തം കല്യാണം കഴിഞ്ഞാൽ തന്നെ ഇവൻ അവളിയായിട്ട് മാറി. പിന്നെ സ്വന്തം വാപ്പയ്ക്ക് പോലും ഇവൻ്റെ പെർമിഷനോ ഇല്ല, ഇവൻ്റെ ഇതോ ഇല്ലാണ്ട് വരാൻ പറ്റില്ല. ഇനി സ്വന്തം ബ്രദേഴ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ ആണുങ്ങളിരിക്കുന്ന സ്ഥലത്തിരിക്കുക, ഇവനൊരു കാപ്പിയോ ചായ എന്തെങ്കിലും കൊടുത്താൽ കൊടുത്ത് അതും കുടിച്ച് പോകാമെന്നല്ലാണ്ട് പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നില്ല. ചിലപ്പോൾ അനിയൻ്റെ ഭാര്യനെ ഏട്ടൻ്റെ ഭാര്യ കാണുന്നുണ്ടാവും, പക്ഷേ ആ ഏട്ടൻ്റെ ഭാര്യ ഒരിക്കലും അനിയനോട് സംസാരിക്കുന്നില്ല, അനിയൻ്റെ ഭാര്യ ഒരിക്കലും ഏട്ടനെയും കാണുന്നില്ല. അപ്പോൾ അത് എനിക്ക് നാട്ടിൽ നിന്ന് പോയപ്പം ഒരു വലിയ ഷോക്കായിരുന്നു. പിന്നെ അത് കണ്ട് അവിടെ വന്ന കുറേ മലയാളികൾ ഈ കംപ്ലീറ്റ് മുഖമൊക്കെ മൂടി വരിക. നമ്മളവിടെ ചിലപ്പോഴൊക്കെ ചെന്ന് ഫാമിലികളൊക്കെ നമ്മളെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ വേറെ തന്നെ പോകണം, ആണുങ്ങളൊക്കെ വേറെ കഴിക്കുക. അങ്ങനെയൊക്കെ എന്താ പറയുക, മോർച്ചറി പോലും ആണും പെണ്ണും വേറെയാണ്. അപ്പം പെണ്ണിൻ്റെ മയ്യത്തിടുന്ന മോർച്ചറി അല്ല. അല്ല. അപ്പം മീൻസ് അത്രമാത്രം. പിന്നെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല. ഈവൻ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ജോലിയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അന്ന് സാധനം എന്തെങ്കിലും വാങ്ങിച്ചാൽ വെച്ചു, അല്ലാണ്ട് ഭാര്യക്ക് ഒറ്റയ്ക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങാനോ ഇതൊന്നുമുള്ള ഒരു സാമൂഹ്യ സാഹചര്യമല്ല അവിടെ ആയിരുന്നു. ഈ പറഞ്ഞ ഇപ്പം സ്ത്രീ സ്വാതന്ത്ര്യം അതൊക്കെയാണ് ശരികൾ എന്ന് കരുതി. അവിടുന്നാണ് പിന്നെ 2012 കണ്ടാണ് ഞാൻ ഫസ്റ്റ് ജർമ്മനിക്ക് പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സ്വന്തം കാറ് പോലും വാഹനം പോലും ഓടിക്കാൻ സ്ത്രീകൾക്ക് പെർമിഷൻ ഇല്ലാത്ത രാജ്യത്തു നിന്ന് നേരെ പോകുന്നത് ജർമ്മനിയിലൊക്കെ. ജർമ്മനിയിൽ ഞാൻ പോകുന്ന ലുഫ്താൻസ ഫ്ലൈറ്റാണ്. അതിൻ്റെ ക്യാപ്റ്റൻ, അതിൻ്റെ പൈലറ്റ് ഒരു ലേഡിയായിരുന്നു ഫ്ലൈറ്റ് പറപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇവിടെ സ്വന്തമായിട്ട് ഒരു വാഹനം ഓടിക്കാൻ പറ്റാത്ത ഈ രാജ്യത്തുനിന്നും ഞാൻ പോകുന്ന രാജ്യത്തൊക്കെ ആ വിമാനം ഓടിച്ച് 100-200 ആൾക്കാരായിട്ട് പോകുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അതൊരു വലിയ ആ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഇവരാണെങ്കിലും സൗദി ആവട്ടെ, ഇവർക്ക് ഇപ്പം ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിലും എന്നോടങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് ഒരു മമതയൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അറബ് ദേശീയത മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ഇസ്ലാമിക് കേരളത്തിലെ മുസ്ലിങ്ങൾ പറയുന്ന മാതിരിയുള്ള ഒരു വിശ്വമാനവികതയോ സാഹോദര്യമോ അങ്ങനെയൊന്നും എനിക്കൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. അതിൻ്റെതായ ഒരു പ്രയോജനം എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഡിസ്ക്രിമിനേഷൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഡിസ്ക്രിമിനേഷൻ നന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ? ഒന്നാമത് ഇപ്പം ഞാനും ഒരറബും അവിടുത്തെ ഒരു ജവാസാത്ത ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെല്ലുകയാണെങ്കിൽ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നോൺ അറബിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇതാണ്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ പിന്നെ കൂടെ ചെയ്യുന്ന ഏതെങ്കിലും സൗദികളുടെ കെയർ ഓഫിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പോയിട്ടേ നടന്നു കിട്ടുള്ളൂ. ഒരു കാര്യം നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അന്നത്തെ സമയത്ത് ഇന്നൊക്കെ കുറേ മാറി സ്ഥാപിതമായ രീതിയിൽ അർഹതയുള്ളത് കിട്ടില്ല, അവിടെ നിന്ന് കിട്ടില്ല. അത് വളഞ്ഞ വഴിയിലൂടെ നമ്മൾ പോയാൽ മാത്രമേ അവിടെ നടക്കുള്ളൂ. ഇന്ന് വഹാബിസത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് പുതിയ രാജാവും ക്രൗൺ പ്രിൻസൊക്കെ ഒത്തിരി
മാറ്റങ്ങൾ ആ സൊസൈറ്റിയിൽ അവിടെ പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നന്നായി കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഫസ്റ്റൊക്കെ അതുമാത്രമല്ല, അവർ പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ്. അതായത് മുസ്ലിംസിന് പച്ച കളർ ID, മറ്റവർക്ക് റെഡ് കളറായിരുന്നു. പിന്നെ അതെല്ലാം കാർഡായി, അതിൽ പേര് മാത്രമായി. മുസ്ലിംസിന്റെ ഇടയിൽ തന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. നമ്മള് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന ആളുകള്, അല്ലെ, അറബികള്, അവർക്ക് നമ്മളൊന്നും ഒരു വിലയില്ല. ഒരു മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരോട് കുറച്ച്, ഞാൻ പറഞ്ഞില്ല, അവർക്കൊരു അറബ് ദേശീയത ഉണ്ട്. അവരോട് വന്നു കഴിഞ്ഞാൽ അവർ, എനിക്ക് തോന്നുന്നു ലാംഗ്വേജിന്റെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അവരോടാണ് അവർ കുറേ ഫ്രണ്ട്സ് ആവും. എന്നാലും സൗദികൾക്കൊരു മേധാവിത്വമുണ്ട്. ഈവൻ പണ്ടത്തെ നായർ നമ്പൂതിരി കുടിയെന്ന് പറഞ്ഞ പോലെ തന്നെ ഈജിപ്ഷ്യൻസും മറ്റുള്ളവരൊക്കെ ഇവരുടെ ഒന്ന് ഓച്ചാനിച്ച് സോപ്പടിച്ചൊക്കെ ഒന്ന് നിൽക്കുക എന്നുള്ളൂ. അവർ തന്നെയാണ് ഇതായിട്ട് നിൽക്കുന്നത്. അത് പിന്നെ വ്യക്തിപരമായിട്ട് കുറേ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ അത്രയും കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് തന്നെ വിരലിൽ എണ്ണാവുന്ന ഒരു സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഞാൻ അതിൻ്റെ ഒരു പകുതി പോലും ആവാത്ത കാലത്ത് ഇവിടെ ജീവിക്കാൻ തുടങ്ങിയ ഇഷ്ടം പോലെ സൗഹൃദങ്ങളുണ്ടായി. അമേരിക്ക മീൻസ് അതാണ്. കാരണം കുറഞ്ഞ കാലയളവിൻ്റെ ഉള്ളിൽ ഒത്തിരി നല്ല സൗഹൃദങ്ങൾ, അത് ജമൈക്കനാവട്ടെ, ആഫ്രോ അമേരിക്കനാവട്ടെ, പല ടൈപ്പ് ആൾക്കാരാവട്ടെ, ഒരു ഭയങ്കരമായ ഒരു സ്നേഹവും അടുപ്പവും ഒരു കാരുണ്യമൊക്കെ ശരിക്കും ഞാനും ഇതിൻ്റെ പാർട്ടാണെന്ന്, ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു തോന്നൽ ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ അന്ന് ഞാൻ പറഞ്ഞില്ല, ജർമ്മനിയിലേക്ക് പോയപ്പം ഞാൻ പോയതൊരു സിറോണ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ സിറോണ എന്ന് പറഞ്ഞ കമ്പനിയിൽ ട്രെയിനിങ്, അവരുടെ ഫാക്ടറിയിൽ നിന്നും ഒരു ലഞ്ച് ടൈമുണ്ട്. ലഞ്ച് ടൈമിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളെ എൻ്റെ അടുത്ത് പരിചയപ്പെട്ടു. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് എല്ലാവരും കൂടെ, അവിടുത്തെ ഹൗസ് കീപ്പർ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും നമ്മൾ വിചാരിക്കുന്ന ചെറിയ ജോലി, പക്ഷേ അവിടെ അങ്ങനെയൊന്നും അവരുടെ ഇടയിലില്ല. നമ്മുടെ കണ്ണെന്ന് നോക്കുമ്പോഴാണ് അത് തുടങ്ങിയിട്ട് അവിടുത്തെ ഏറ്റവും ടോപ്പ് വരെയുള്ള ആൾക്കാർ വന്നിട്ട് ഒരേ ഭക്ഷണം ഒരേ സ്ഥലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന കുറച്ചൊരു പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് സംസാരിച്ച് എന്തൊക്കെയാണ് പേര് കാര്യങ്ങളെല്ലാം ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ആണ് ആ കമ്പനിയുടെ CEO. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു കമ്പനിയുടെ CEO ആയിരുന്നു എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു മീറ്റിങ്ങിന് വന്നപ്പം സ്വാഭാവികമായിട്ടും ഫുഡ് കഴിക്കുന്ന സമയത്ത് അയാൾ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റിൻ്റെ അടുത്താണ് ഒഴിവുണ്ടായിരുന്നത്, അവിടെ ഇരുന്ന് കഴിച്ചു. ഒരു ഭാഗത്ത് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇസ്ലാമിക തുല്യതയും പിന്നെ മനുഷ്യത്വവും മാനുഷിക പരിഗണനയും ഒക്കെ പറയുമ്പം അതെന്താണെന്ന് പോലും അറിയാത്തതായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പം തോന്നിയിട്ടുള്ളത്. അത് അവർക്ക് അറിയില്ല. ഓക്കെ, പ്രത്യേകിച്ച് അത് അവരങ്ങനെയാണ് വളർത്തപ്പെടുന്നത്. ഈവൺ അവിടുത്തെ പബ്ലിക് സ്കൂളുകൾ വിടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അടുത്ത് വരും നിൽക്കാൻ പറ്റില്ല. ആ പിള്ളേർ നമ്മൾ കയ്യിലുള്ള കുപ്പിയോടെടുത്ത് എറിയും, അല്ലെങ്കിൽ തുപ്പും, അങ്ങനെയൊക്കെ ആണ്. നേരെ മറിച്ച് നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഒരു മുതിർന്ന ഒരാളിനെ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളോ ഏതെങ്കിലും കുട്ടികളെ വെറുതെ നിൽക്കുന്ന ആളെ ആക്രമിക്കുന്നത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണത്? ഇത്രയധികം മതം പഠിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഫിസിക്സിൽ പോലും ഒരു പക്ഷേ ഭൂമി ഉണ്ടാക്കി അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ടാവുക, അങ്ങനെ വിചാരിക്കുക. അത്രമാത്രം ഖുറാനും മതവുമാണ് അവരുടെ സ്കൂളിലെ പാഠ്യ പദ്ധതി തന്നെ. ഈ സയൻസിനൊക്കെ കൊടുക്കുന്നതിനേക്കാളും 10 ഇരട്ടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊക്കെ മാറി എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന അവിടുത്തെ പബ്ലിക് സ്കൂള്, അതായത് ഗവൺമെൻറ് നടത്തുന്ന സ്കൂളിൽ. അപ്പം ഇതറിയായിട്ടാണ്. അപ്പം നേരെ മറിച്ച് ഈ അന്നുള്ള യൂറോപ്യൻ ജീവിതവും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനും എന്താ പറയുക മനസ്സിലാക്കാനും അച്ചടക്കവും ഇവിടുത്തെ കുട്ടികൾ അത്ര സത്യസന്ധത അറിയും. ഇവിടുത്തെ കുട്ടികൾ ഒരു വളരെ ഉയർന്ന പൗരബോധം ഉള്ള ഇതാണ്. ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ പൗരബോധം, ഈ തുല്യതയും ഈക്വാലിറ്റിയൊക്കെ അല്ലേ ഈ തൊഴിൽ രംഗത്ത് അനുഭവിച്ച ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ജർമ്മനിയിൽ വന്നപ്പോൾ ഉണ്ടായ ആ അനുഭവം പറഞ്ഞു. CEO വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ അല്ല. ഇന്ത്യയിലും ഈ സോഷ്യൽ ഹയറാർക്കി, പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഹയറാർക്കി നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. താഴ്ന്ന ജോലി, ഉയർന്ന ജോലി, ഏറ്റവും ഉയർന്ന ജോലി, അവരെ തമ്മിലുള്ള ശരീരഭാഷ, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. സൗദി അറേബ്യയിൽ അത്തരത്തിൽ ഈ തൊഴിൽപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു ഹയറാർക്കിയോ അനുഭവപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? അത് തീർച്ചയായിട്ടും അതിനൊന്നും എന്താ പറയുക, വാക്കുകളില്ല എന്ന് പറയാം. ഒരു ഉയർന്നൊരു പൊസിഷനിലേക്കൊക്കെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം ഞാനവിടെ മാനേജറായിരുന്നു. അതിൽ എത്ര പേരെന്ന് ഒരു ഇന്ത്യൻ ഇതിൽ ഞാൻ വർക്ക് ചെയ്ത ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു? ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, നേരെ മറിച്ച് അവർക്ക് ഈവൻ നമ്മളൊരു മാനേജർ ആണെങ്കിൽ പോലും അവർക്ക് നമ്മളോടൊന്നും ഒരു വിലയില്ല. ഏതാൾക്ക് വന്നാലും ഒരു റെസ്പെക്റ്റും നമുക്ക് തരിക അല്ലെങ്കിൽ ഒരു പരിഗണന നടത്തുക ഒന്നും ചെയ്യില്ല. പിന്നെ ജോലി സ്ഥലത്ത് തന്നെ ആണെങ്കിൽ അവർ വന്നാലും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ല. ബാക്കി ഉള്ള ആളുകൾ പണിയെടുക്കാൻ ഉണ്ടാകുമ്പോൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാണ്ട് അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു തുല്യതയും ജോലി സ്ഥലത്തൊന്നുമില്ല. അവരുടെ സാലറി വ്യത്യാസമാണ്, അവരുടെ ഈവൺ അറബ്സിൻ്റെയും നോൺ അറബ്സിൻ്റെയും ഒക്കെ ശമ്പളം തന്നെ വ്യത്യാസമാണ്. അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, കാരണം അവർ നമ്മളെ മനുഷ്യരായിട്ട് കാണുന്നില്ല. ജോലിക്ക് വ്യത്യസ്തമായ വേതനമാണ്. ഈ മാനേജിങ് പോലുള്ള ഹയർ പൊസിഷനുകളിൽ നോൺ മുസ്ലിംസിനെ വെക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം മുമ്പ് സൗദി അറേബ്യയിലുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നിലവിലുണ്ടോ? ഞാൻ അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പൊതുവെ ഈ നോൺ മുസ്ലിംസ് എന്ന് പറഞ്ഞ് വരുന്നത് അധികവും ഇന്ത്യ പോലത്തെ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്നല്ലേ. ഓക്കെ, അങ്ങനെ ഒന്നാമത് അവർക്ക് അറബല്ലാത്തവരെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനൊരു ഇതന്നെ വരുന്നില്ല. പിന്നെ നമുക്ക് അത്രയും കഴിവും നമ്മൾ അത്രയും ഇവർക്ക് വേണമെന്ന് തോന്നിക്കഴിയുമ്പോഴാണ് ഇവർ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നത്. അല്ലാണ്ട് പിന്നെ അറബ്സ് എന്ന് പറഞ്ഞാൽ ഒരു 99% അവിടെ വരുന്നത്, സൗദി അറേബ്യയിലേക്ക് ഒരു അറബ് വരുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിം എന്നായിരിക്കും. മറ്റുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണോ വർക്ക് ചെയ്ത്? അതെ അതെ, വൈഫും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അതെ അതെ അതെ. ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഈ തൊഴിൽപരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം കമ്പയർ ചെയ്ത് പറയാനുണ്ടോ? ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം യൂറോപ്യൻ കൺട്രി ആവട്ടെ, അല്ലെങ്കിൽ US ആവട്ടെ, കാനഡ പോലത്തെ രാജ്യങ്ങളൊക്കെ ആവട്ടെ, ഒരു മനുഷ്യൻ്റെ ഒരു വലിയൊരു അവകാശമാണ് ഒരു എന്താ പറയുക പ്രഗ്നൻ്റ് ആവാന്ന് പറഞ്ഞാൽ. എൻ്റെ വൈഫ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ 4 കൊല്ലം ഫസ്റ്റ് ജോലി കയറി 4 കൊല്ലം പ്രഗ്നൻ്റ് ആവാൻ പാടില്ല. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജോലി പോകും. അങ്ങനെ ഒരു അത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള അതിന്റെ ഇസ്ലാമിക് മാനം എന്താണ്? ഒരു ജോലിക്കാരി പ്രഗ്നന്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മതവിരുദ്ധം കൂടിയല്ലേ? അതൊക്കെ നിങ്ങൾ പറയുന്ന ഇസ്ലാമിക മൂല്യങ്ങളെല്ലാം ഒരു സ്വതന്ത്ര പൗരനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഞങ്ങളൊക്കെ അവിടുത്തെ അടിമകളാണ്. ശരിക്കും സ്ലേവറിയുടെ ഒരു തുടർച്ചയാണ് അവിടുത്തെ കൾച്ചർ. അതാണ് അവിടുത്തെ ഈ സ്പോൺസർഷിപ്പ് നിയമം. അതൊക്കെ കഴിഞ്ഞ വർഷം മാറ്റിയത്. ഇപ്പം ഈ പുതിയ ഭരണാധികാരിക്ക് ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് അതൊക്കെ മാറ്റിയത്. മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പാണ്. ഞാൻ നിങ്ങളുടെ അടിമയിൽ നിന്നേക്കണം, എനിക്ക് ആ ജോബ് മാറാനോ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് എനിക്ക് ജോബ് മാറാനോ എനിക്ക് ആ രാജ്യം വിടാനോ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് വരാനോ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വയ്യാണ്ടായി വരാനോ ഒന്നും ആ യജമാനൻ്റെ ഇതില്ലാണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അവരത് കുറേയൊക്കെ മാറി. ഒരു വർഷം കഴിഞ്ഞ 1-2 വർഷം, ഒരു വർഷം തന്നെ ആയിട്ടുള്ളൂ. ഞാൻ കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഒരു എംപ്ലോയിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. മറ്റത് നടക്കില്ലായിരുന്നു. പിന്നെ അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പിരിച്ചുവിടാം ജോലിയിൽ നിന്ന്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ 10 മാസം ശമ്പളം കൊടുക്കാണ്ട് ടിക്കറ്റ് മാത്രം കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞു. ഈ രാജ്യം ഇപ്പോഴും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. ആ ആശുപത്രിയുടെ നിയമം അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊന്നും ഇല്ലാത്ത കാനഡ പോലത്തെ രാജ്യങ്ങൾ 2 കൊല്ലമാണ് ഇവർക്ക് ശമ്പളത്തോട് കൂടിയിട്ട് അവധി കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പ്രസവിക്കുന്നത് ഗർഭധാരണം ഒരു ക്രൈമായി കണക്കാക്കുകയും ജോലി ശമ്പളം കൊടുത്തിട്ട് അവരെ നോക്കുന്നു. അപ്പൊ എവിടെയാണ് ഹ്യൂമാനിറ്റി ഉള്ളത് എന്നുള്ളത് അളക്കാൻ പറ്റിയൊരു ഏറ്റവും വലിയത്. പിന്നെ അവിടുത്തെ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ അറബിക് മീഡിയമാണ്. അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല.
അപ്പോൾ നമുക്ക് അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെ നല്ല എക്സ്പെൻസ്. എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ? ഞാൻ എൻ്റെ ഒരു ജോലിയുടെ സ്വഭാവം അനുസരിച്ച് അവിടെ ചെയ്തും പിന്നെ കുറച്ച് യാത്രകളും അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ജോലിയാണ്. ഒരു 10-16 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ. വൈഫ് എത്ര വർഷം അവിടെ ജോലി? അവൾ 4 വർഷം ജോലി ചെയ്തുള്ളൂ. 4 വർഷത്തിന് താഴെയായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു തൊഴിൽ സംസ്കാരത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രത്യക്ഷമായി കാണുന്ന ഒരു മാറ്റം, ഇപ്പം നമ്മുടെ നാട്ടിലേതിനെയും സൗദി അറേബ്യയിലേനും കമ്പയർ ചെയ്യാം, ഇവിടുത്തെ ഒരു മാറ്റം വെച്ചിട്ട്? ഇവിടെ ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പിന്നെ ഇവിടെ പക്ക മുതലാളിത്ത രാജ്യമാണ്, മുതലാളിത്തത്തിൻ്റെ ചൂഷണമാണ് നടക്കുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പൊതുബോധം അങ്ങനെയാണ്. അതനുസരിച്ച് തൊഴിലിടങ്ങളിൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന പരിഗണനകൾ അല്ലെങ്കിൽ ആ ഒരു മുതലാളിത്തത്തിൻ്റെതായ തൊഴിൽ ചൂഷണ രംഗം ഏത് രീതിയിലാണ് അനുഭവപ്പെടുന്നത്? സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഇതുവരെയുള്ള എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത് ജോലി ചെയ്തൊരു സ്ഥലം ഇതാണ്, അമേരിക്കയാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ചൊരു മേധാവിത്വോ അല്ലെങ്കിൽ ഒരു നമ്മളെ ചീത്ത പറയാനോ ശാസിക്കാനോ ഒന്നുള്ള അധികാരങ്ങളെല്ലാം ഒരു എല്ലാ തരത്തിലും ജാതി വർണ്ണ വ്യത്യാസത്തോടെ ആ തുല്യത ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡോക്ടർക്ക് കിട്ടുന്ന റെസ്പെക്റ്റും ഒരു നേഴ്സിന് കിട്ടുന്ന റെസ്പെക്റ്റും അവിടുത്തെ ഒരു ഹൗസ് കീപ്പറിന് കിട്ടുന്ന റെസ്പെക്റ്റും എന്താണ്? അവരുടെ സാലറീൻ്റെ അന്തരം എന്തൊക്കെയാണ്? അവർക്ക് ആ പൈസ കൊണ്ട് ആ 3 പേർക്കും ഒരേ സ്റ്റാൻഡേർഡിൽ ജീവിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഒരേ സ്റ്റാൻഡേർഡ് പോട്ടെ, ഈ ഒരു നേഴ്സിന് അവരുടെ ശമ്പളം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടോ കേരളത്തിൽ? അത് പ്രൈവറ്റ് ആശുപത്രികൾ എന്താണ് ഒരു നിലയിൽ തുടങ്ങി 5 നിലയും 10 നിലയും മൾട്ടി സ്പെഷ്യാലിറ്റി എല്ലാം തുടങ്ങുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം തുടങ്ങാമെന്നല്ലാണ്ട് അവിടുത്തെ ആൾക്കാർക്ക് എന്തുകൊണ്ട് ചെയ്യുന്നു? നേരെ മറിച്ച് നമ്മളിവിടെ ജോലി ചെയ്യുന്നിടത്ത് ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു 36 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അത് കൂടുതൽ ഒരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു വീക്കിൽ 36 മണിക്കൂർ. അത് അതായത് ഒരു 15 മിനിറ്റ് ആയിട്ടാണ് കൂടുതൽ അവിടെ നിന്നിട്ടുണ്ട്, അരമണിക്കൂറിന് സാലറി തരും. ഒരു 24 മിനിറ്റ് അവിടെ കൂടുതൽ നിന്നാൽ 1 അവറിൻ്റെ സാലറി തരും, എക്സ്ട്രാ തരും. ഓക്കെ. പിന്നെ നമ്മളൊരു ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ നിലവിലുള്ള സാലറിയുടെ ഇരട്ടിയും പ്ലസ് എക്സ്ട്രാ ഒരു ബോണസായിട്ട് ഒരു $1,000 വേറെയും തരും. അങ്ങനെയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം എവിടെയാണ് മുതലാളിത്തം ചൂഷണം നടക്കുന്നത്? സൗദി അറേബ്യയിലാണോ, ഇന്ത്യയിലാണോ, ഇവിടെയാണോ? ഏറ്റവും കൂടുതൽ ഈക്വലി ആളുകളെ കാണുകയും പിന്നെ ഈ തൊഴിൽ രംഗത്ത് ഈ ഹയറാർക്കി പെരുമാറ്റത്തിൽ അനുഭവപ്പെടുന്നത് ഇവിടെ ഉണ്ടോ? ഇവിടെ എനിക്കത് അതൊരു ടീമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്, മാനേജർ ആണെങ്കിലും ഇവരാണെങ്കിലും ഒരു ടീമായിട്ട്. അതിന് ഏറ്റവും ഒരു ഉദാഹരണം മുമ്പ് ഞാൻ കേട്ടതാണ്. കെന്നഡി എങ്ങാണ്ട് നാസ സന്ദർശിച്ച സമയത്ത് അവിടുത്തെ ഒരു ഹൗസ് കീപ്പറോട് ചോദിച്ചു, താൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചു, ജോബ് എന്താണെന്ന് വെച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ മനുഷ്യനെ ചന്ദ്രനിലേക്ക് വിടാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. ആ ഒരു സംസ്കാരം ഇവിടെ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹൗസ് കീപ്പർ വരികയാണെങ്കിൽ തന്നെ എല്ലാവരും ഹായ് ഹൗ ആർ യു, അവനോട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഒരു ഇതാണ്. ഇപ്പോൾ എൻ്റെ കൂടെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്. അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിംഗ് കെയർ പാർട്ണറെയാണ്. അതായത് പേഷ്യൻസിനെ ക്ലീനിക്ക് ചെയ്യുന്ന വളരെ കുറച്ച് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു ജോബാണത്. ഒരു 6 മാസം 8 മാസം അവർ എന്നിട്ട് പിന്നെ അതൊക്കെ ഒരു സാധാരണ കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. ഉൾക്കൊള്ളാൻ പോലും പറ്റൂല. അപ്പം പിന്നെ ഇവർ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിനേക്കാളും വളരെ കൺസർവേറ്റീവായിട്ട് തോന്നി പലപ്പോഴും ഇവിടെയാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയൊക്കെ ചീറ്റ് ചെയ്യുന്നത് വളരെ വളരെ മോശം കാര്യമാണ് ഇവിടെ. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അവർ തുറന്ന് പറഞ്ഞ് എന്താ പാട്ട് നന്നാവുമ്പോൾ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താമെന്ന് പറയാമെന്നല്ലാണ്ട് ഈ ഒരേ സമയത്ത് തന്നെ 2 വഞ്ചിയിൽ കാലിട്ട് പിന്നെ ചീറ്റ് ചെയ്യുന്ന പരിപാടി വളരെ കുറവാണ്. അത് ഇനിയിപ്പോൾ ഇവർ പറയും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരാൾക്ക് ഒരാളെ ഉണ്ടാവുള്ളൂ.
ഈ ഒരേ സമയത്ത് 4 സിം കാർഡും 5 ഫോണും ആയിട്ടുള്ള ആ ഒരു കാപഢ്യം ഇല്ല. കുട്ടികളോട് തന്നെ ഇപ്പോൾ ടീനേജ് ആവട്ടെ ഏത് കുട്ടികളോടാണെങ്കിലും ബഹുഭൂരിപക്ഷം കുട്ടികൾ സത്യസന്ധരായിരിക്കും, അവരുടെ കാര്യങ്ങൾ അവർ പറയും. അതൊക്കെ കണ്ടിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ നാട്ടിൽ അത് ശരിയാണോ തെറ്റാണെന്നാൽ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ പാരൻസ് ആയിട്ട് അവരാണ് ജീവിക്കുന്നത്. ഇവർ 18 വയസ്സാവുന്നതോടുകൂടി ഇവർ മക്കളും ഫ്രീ ആവും, പാരൻസും ഫ്രീ ആവും. അപ്പോൾ ഈ ഒരു ആരോപണം വരുന്ന വെച്ചാൽ അങ്ങനെ ഫ്രീ ആവുന്ന ഒരു കുടുംബ ബന്ധങ്ങളിൽ ഈ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ആ ഒരു സെൻറ്റിമെൻസും ബോണ്ടും ഇല്ലാതായി പോകുന്നു. വയസ്സുകാലത്ത് ഈ അച്ഛനമ്മമാർ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥിതി വരുമെന്നൊക്കെ ആണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇവർ പിന്നെ ഇവർ പറയുന്ന ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ കൺസെപ്റ്റും നമ്മുടെ ഓൾഡ് ഏജ് ഹോമും ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒന്നാമത് ഇവിടെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, ഓരോ സ്വതന്ത്ര വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വതന്ത്ര വ്യക്തികളാകുന്ന സമയത്ത് തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ വീട്, എനിക്കിപ്പം 3 കുട്ടികളുണ്ട്. അവർ 18 വയസ്സായി കഴിഞ്ഞാൽ അവർ ഒരു അമേരിക്കൻ 18 വയസ്സായ ഒരു വ്യക്തിയായി മാറി, സ്വതന്ത്ര വ്യക്തിയായിട്ട് അവർ മാറി. ഓക്കെ, പിന്നെ അവരെ കല്യാണവും അവരെന്ത് പഠിക്കണമെന്നോ അവരെന്ത് തിന്നണമെന്നോ അവരെങ്ങനെ നടക്കണമെന്നും തീരുമാനിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയല്ല. അത് അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അങ്ങനെ ആക്കുന്ന ഒരു പ്രോസസ്സ് ഇവിടെ വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നുണ്ട്. ഒരു ഹൈസ്കൂൾ കഴിയുമ്പോഴേക്കും ആ കുട്ടിക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ടാവും, മെച്യൂരിറ്റി ഉണ്ടാവും, അവർ പ്രാപ്തരായിരിക്കും. അവർ പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചിലപ്പം അവർ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ എവിടെ കിട്ടുന്ന യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു, അവരവിടെ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നു, അവരുടെ ഫീസിന് തന്നെ വകുപ്പുകളൊക്കെ കണ്ടെത്തുന്നു. പ്ലസ് അവർക്ക് അവധിയുള്ള ദിവസങ്ങൾ അവർ ഓടി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ സാധ്യമായ ഏതൊക്കെ ദിവസങ്ങളിൽ അവർക്ക് നമ്മുടെ അടുത്തൊക്കെ എത്താൻ പറ്റുമോ അവർ നമ്മുടെ അടുത്തേക്ക് എത്തും. ഞങ്ങൾക്ക് ട്രാവൽ ചെയ്ത് വേറെ അടുത്ത് പോയിട്ട് നിൽക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കും കൂടെ നിൽക്കാവുന്ന തരത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് ഇവർ ആ വിദ്യാഭ്യാസം കഴിഞ്ഞതോടൊപ്പം തന്നെ അവരുടെ ലൈഫ് പാർട്ണർ അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അത് പിന്നെ ഇന്ത്യക്കാരനാവാം, ഏഷ്യനാവാം, പാകിസ്ഥാനി ആവാം, ചൈനീസ് ആവാം, ജപ്പാനാവാം. അവർ പിന്നെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും അവർക്ക് എന്താ പറയുക പരസ്പരം ജീവിക്കാനും പറ്റുന്ന ഒരാളിന് അവരുടെ ആ വിദ്യാഭ്യാസ സമയത്ത് എവിടെന്നെങ്കിലായിട്ട് അവരെത്തുന്നു, അവർ ജീവിക്കുന്നു, അവർക്ക് അതിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനും എൻ്റെ പാർട്ണറും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വീട് ഇപ്പോൾ ഉള്ള വലിയ വീടില്ലേ, ആദ്യം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു, പിന്നെ ഇവർ കേൾക്കായിട്ടാണ് ഈ വീട് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ വീട് കൊടുത്തിട്ട് ഒരു ചെറിയ ഡൗൺ സൈസ് ചെയ്യും, ഒരു ചെറിയ വീട്ടിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലൈഫിൻ്റെ പ്രോസസ്സ് മാറുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതം മാറുന്നുണ്ട്. അവിടെ അവർക്ക് ഭാര്യയായി, മക്കളായി, അവരുടെ കാര്യങ്ങളായി, ആ കുട്ടികൾ അവിടെ പഠിച്ചൊരു ഭാഗത്ത് കൂടെ പോകുന്നുണ്ട്. എൻ്റെ പ്രോസസ്സിലൂടെ തന്നെയാണ് എൻ്റെ മക്കളും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്നും പറ്റാണ്ടാകുന്ന സമയത്ത് നമുക്കിവിടെ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജോലി സമയത്ത് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഇതൊക്കെയാണ് പിന്നെ അത് പേ ചെയ്യുന്നത്. കെയർ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വൃദ്ധസദനം പോലെയാണോ, അതായത് കൊണ്ടുപോയി ഡംപ് ചെയ്യാനുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് കാണുന്നത്? അതാണോ, അതോ ഇവരുടെ ഹാപ്പിനെസ് ഫുൾഫിൽ ചെയ്യുന്ന തരത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ള മാഷെ? ഞാൻ എപ്പോഴും എൻ്റെ ഗ്രാൻഡ് മദർ 90 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. അവരൊരു 10-20 കൊല്ലത്തോളമായിട്ട് അവർക്ക് വലിയായിട്ട് മൂവ്മെൻ്റ് ഒന്നുമില്ല. എല്ലാ ദിവസവും ആ ചെയറിലിരിക്കുക ചെയ്യുക. അവരുടേതായ ഫ്രണ്ട്സോ അവരുടേതായ അതിൽപ്പെട്ട ആളുകളായിട്ടുള്ളൊരു കൂടിച്ചേരലൊന്നുമില്ല. ഓക്കെ, നമ്മളെ പണ്ട് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് വർത്തമാനം പറയുന്നത് മാത്രം, ഒരു ഫണ്ടുമില്ല, ഒന്നുമില്ലാണ്ട് മരിച്ചു പോയ ഒരു ലേഡിയാണ് എൻ്റെ ഗ്രാൻഡ് മദർ.
നേരെ മറിച്ച് ഇവിടുത്തെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സെയിം ഏജായ ആൾക്കാർ അതിനുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസ്, അവരുടെ ഇടയ്ക്കുള്ള യാത്രകൾ, ടൂറുകൾ, പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു അവരുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്ന തരത്തിലുള്ള എല്ലാ ആസ്വാദനങ്ങളും അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിവിടെ പല പാർക്കുകളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ വളരെയധികം പ്രായമായ ആളുകൾ, ചിലപ്പോൾ അവർ സപ്പോർട്ടിന് എന്തെങ്കിലും വണ്ടി അതുപോലുള്ളൊക്കെ കഴിഞ്ഞു, എങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാൽ അവർ ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ പ്രായമായ ഒരു മനുഷ്യനെയും ഒരു പാർക്കിലോ ബീച്ചിലോ അതല്ലെങ്കിൽ ഒരു സിനിമ ഹാളിലോ എവിടെയും നമ്മൾ കാണില്ല. അവരെ കാണുക നമ്മൾ ഒരു വീട്ടിൻ്റെ ഒരു മൂലയിൽ ഡംപ് ചെയ്തിട്ടിരിക്കുന്നതാണ് കാണുക. സത്യത്തിൽ അതിനേക്കാളും എത്രയോ ബെറ്റർ അല്ലേ എത്രയോ ബെറ്ററാണ്. ഇപ്പം ഞാൻ പറയാ, ഇപ്പം എൻ്റെ ലൈഫ് എക്സാമ്പിൾ ഞാൻ മുന്നോട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ കാര്യം പറഞ്ഞാൽ ആ ഗ്രാൻഡ് മദർ ആ ഒരു പ്രായത്തിൽ ഈ വീട്ടിൻ്റെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് അനുഭവിച്ചിരുന്ന മാനസിക വ്യഥകൾ എത്ര എന്നുള്ളത് നമ്മൾ അളക്കുന്നു പോലും ഇല്ല. അതിനെക്കുറിച്ച് നമ്മളും ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ അവർക്കും അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കാരണം അതേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന രീതിയിലാണ് അവരത് അനുഭവിച്ചു പോകുന്നത്. അതിലേറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻഡ് മദർ ഒറ്റയ്ക്ക് അവിടെ ആയിപ്പോകുന്നു. അതോടൊപ്പം തന്നെ ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ലൈഫും ഇത് ചെയ്യണം. അവർക്ക് ഒരു കല്യാണത്തിനോ ഒന്നിനും പോകാൻ പറ്റില്ല. കാരണം ഈ ഗ്രാൻഡ് മദർ അവിടെ ഉള്ളത് കാരണം ഗ്രാൻഡ് മദറിനെ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പം വേറെ മറ്റേ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ നിൽക്കുമ്പോഴോ ഇനി അതിന് സാധ്യത ഇല്ലാത്ത ആരാണെങ്കിൽ അവരുടെ ലൈഫും ഇത് ചെയ്യാണ്. പിന്നെ ഇവർക്ക് കിട്ടേണ്ട എന്താണ്, അവർക്ക് ചിലപ്പം അന്നേക്ക് ഡിമെൻഷ്യ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പർ കെയർ, അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ടോ, ഒരു ശാസ്ത്രീയമായി ഒരു നോളജുള്ള ആൾക്കാരൊന്നുമല്ലല്ലോ അവരൊന്നും കൈകാര്യം ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ ദിവസം അവർ ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു ആളിനെ ഇത് ഇരുത്തിയ പോലെ ഈ ഡെത്ത് വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഇങ്ങനെയുള്ള സെന്ററുകൾ ഇവരെ സംരക്ഷിക്കുന്നവർക്കൊരു ഭാരമായിട്ട് അവർക്കും ഫീൽ ചെയ്യുന്നു, നമ്മൾ മറ്റവർക്കൊരു ഭാരമാണെന്ന് സ്വയം ഇവർക്കും ഫീൽ ചെയ്യുന്നു. ശരി, ഈ രണ്ട് ഫീലിംഗും കൂടെ ചേർന്ന ഒരു ദുരിതമാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ഈ വാർദ്ധക്യ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ തന്നെ പറയാം. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, ഈ ഇവിടുത്തെ ഒരു സഞ്ചരിക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞിട്ട് RV കുറിച്ചിട്ടുള്ള. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ പ്രായം ചെന്ന ഒരു ലാരി അങ്കിളും അവരുടെ പ്രായമുള്ള ഒരു വൈഫുമാണ്. അവർ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടുകാർ. അവർ വീട്ടിലുണ്ടാവാറേ ഇല്ല. അവർ ഈ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോയി പാർക്ക് ചെയ്തിട്ട് അവർ ആ വണ്ടിക്കകത്ത് സുഖമായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കണം. അവരുടെ വാർദ്ധക്യ ജീവിതം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ പ്രായത്തിൽ ഉള്ള ഒരു മുത്തശ്ശനും മുത്തശ്ശി ഇതുപോലെ സ്വന്തമായിട്ടൊരു ചക്രമുള്ള വീടും കൊണ്ട് ലോകം ചുറ്റി നടക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. വലിയ വ്യത്യാസമാണ്. അപ്പം ഇവർ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പം ഇവർ അസിസ്റ്റഡ് ലിവിങ്ങിലൊക്കെ മാറും വയ്യാണ്ടാവുമ്പം. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് റിഹാബ് സെൻറ്ററിലേക്ക് പോകും. അപ്പോൾ അവിടെ നഴ്സസോ അങ്ങനെയൊക്കെയുള്ള സെൻറ്ററുകളിലേക്ക് പോകുന്നു. അത്രയും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ റിഹാബ് സെൻറ്ററിലേക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് ഡെത്ത് സംഭവിക്കുന്നു. അന്നപ്പോഴേക്കന്നെ ഇവർ ബില്ലൊക്കെ എഴുതിയിട്ടുണ്ടാവും. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ മരണാനന്തര ഇത് ഇവർക്ക് കിട്ടുന്നു. അന്നപ്പോഴേക്ക് നാനാഭാഗത്തുള്ള അവരുടെ ഗ്രാൻഡ് കിഡ്സും എല്ലാവരും എത്തുന്നു. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഫീലിംഗ്, ഇവർ വളരെ ഹാപ്പി ആയിട്ടാണ് മരിക്കുന്നത്. ഓക്കെ, വേറെ അവരെ എല്ലാ സ്റ്റേജിലൂടെയും വന്നിട്ടാണ് പോകുന്നത്. ആ ക്വാളിറ്റി, ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപവാദങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഒരു ജനറലി നോക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റമാണ്. ഈ ചെറിയ അപവാദങ്ങളെ നമ്മുടെ നാട്ടുകാർ പർവ്വതീകരിച്ചിട്ട് ഇതാണ് അവിടെ എന്ന് കാണിക്കാറുണ്ട്. അവർ കണ്ട ഓൾഡ് ഏജ് എന്നുണ്ടെങ്കിൽ ഒരു തകര ഷീറ്റ് ഇട്ടിട്ട് ഒരു ഇരുമ്പ് കട്ടിൽമേൽ തലി മുട്ടയടിപ്പിച്ച് ഒരു യൂണിഫോമും കൊടുത്ത് എന്തെങ്കിലും ഒരു കളർ വെള്ള ഇതും കൊടുത്ത് എപ്പോഴും ചീത്ത പറയുകയും ഇതാക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരും, പിന്നെ അവരെ പേരിൽ പൈസ പിരിക്കുന്ന കുറേ സംഘടനകളും ആ ഒരു ഇതാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ രീതിയല്ല. ഇനിയിപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശ്മശാനങ്ങൾ കണ്ടാൽ പോലും നമുക്ക് മരിക്കാൻ തോന്നും. അത്ര ഭംഗിയിലാണ് പൂക്കളൊക്കെ വെച്ചിട്ട്. ഞാനൊരു ശ്മശാനത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ സൈനിക ശ്മശാനമാണ്. പക്ഷെ സൈനിക അല്ലാത്ത ശ്മശാനങ്ങളിലും ഞാൻ പോകും. എല്ലായിടത്തും പോലും വളരെ ഒരു ഗാർഡൻ പോലെ ഭംഗിയായിട്ട് സംരക്ഷിച്ചത് കാണാൻ പറ്റും.
ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, മുമ്പൊക്കെ ഞാൻ മരിക്കുകയാണെങ്കിൽ നീ ബോഡി മെഡിക്കൽ കോളേജിനോ എന്താ പഠിക്കാൻ കൊടുക്കും. പക്ഷെ ഇപ്പം ഇവിടുത്തെ ഈ സെമിത്തേരികൾ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ തോന്നിപ്പോവും. അപ്പോൾ നമ്മൾ ഈ വാർദ്ധക്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്ന നമ്മുടെ രീതി, സാമ്പ്രദായിക രീതിയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന നമ്മുടെ നാട്ടിലെ രീതിയും ഇവിടുത്തെ രീതികളും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും.